ഡാ എന്തിനാടാ ജോലെ നീ ഇങ്ങനെ കുടിച്ചേ? എന്താടാ നിന്റെ പ്രശ്നം? നീ എന്തിനാണ് ഞങ്ങളുടെ ഇടയിലേക്ക് കയറി വന്നിരിക്കുന്നത്? അനപ്പാക്കുന്നത് എന്താ വേണ്ട നിനക്ക്? നിന്റെ കമ്പനിയൊക്കെ വിടുന്നിട്ട് അഹങ്കാരലടി നീ ഇപ്പൊ കാണിച്ചു കൂട്ടിയത്. ചേട്ടയില്ലാന്ന് കരുതി എന്തു ആകാന്നാണോടി നിന്റെയൊക്കെ വിചാരം? ഓ, ഞാനങ്ങ് മാറും. ചേട്ടയിലെ പിന്നെ ഇവിടുത്തെ രാജ്ഞിയാണല്ലോ അല്ലേ, പിന്നെ നിനക്ക് എന്തു ആകാം, ആരും ചോദിക്കാൻ വരത്തില്ലല്ലോ. ഇങ്ങനെ ഇവിടെ കിടന്നും ഭരിക്കാനാണെങ്കിൽ പിന്നെ നീ ഇങ്ങോട്ട് വരത്തേ ഇല്ല ഭരിക്കാൻ. നിനക്ക് ഇവനൊരു വിചാരമുണ്ട് നിങ്ങളൊക്കെ എന്തോ അങ്ങ് ആയിന്ന്. പക്ഷെ ഒരു ചുക്കുമായിട്ടില്ല. അതിവിടെ നടുറോട്ടിൽ കൂടെ കാണിച്ചിട്ട് നടക്കാനും നിൽക്കണ്ട. എണ്ടീ, ഇവൻ നിന്നെ കെട്ടിയിട്ടൊന്നുമില്ല, അതിൻ്റെ മുന്നേ ചാടി ചാടി അവനടുത്തേക്ക് പോകും വേണ്ട. ഇപ്പോഴത്തെ കാലം ഏതോമാർ എന്തൊക്കെയാക്കിയിട്ട് പോകുന്നു പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇവനെയൊക്കെ കണ്ടാലും ലാസ്റ്റ് ഇവിടെ വയറുകുന്തി പിടിച്ചുകൊണ്ട് നടന്നാലേ ആരും നോക്കാനൊന്നും ഉണ്ടാകത്തില്ല. നീ ഓർത്തിട്ട് കിടന്ന് തുള്ളിയാൽ മതി. ജോയൽ, നീ എന്ത് വർത്താനടി പറഞ്ഞേ? നീ ഇവിടെ എന്ത് കണ്ടിട്ടാ ഇത്രയും കിടന്ന് ചൂടാവുന്നേ? ഇത്രയും അപമാനിക്കുന്ന രീതിയിലേ അവനോട് വർത്തനം പറഞ്ഞിട്ട് ഒരാവശ്യമില്ല നിനക്ക്. അല്ലെങ്കിൽ ഇവിടെ അത്രമാത്രം എന്താണ് ഇപ്പം നടന്നത്? നാളെ ഒരു ദിവസം നമ്മുടെ കുടുംബത്തിൽ വന്നു കയറേണ്ടവനവൻ. അവനിങ്ങനെ അപമാനിക്കുകയല്ലേ വേണ്ടത്. പിന്നെ നീ പറഞ്ഞത് നല്ലവൻ. അവനെ നിന്നെക്കാൾ മുന്നേ എനിക്കറിയാം. അതിനെനിക്ക് വേറെ ഒരാളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. അവൻ നിന്നെക്കാൾ നല്ലവൻ തന്നെയാണ്. അതെനിക്ക് വേറൊരാളെ എഴുതി കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കണ്ടവൻ്റെ വായു വരുന്നത് കേട്ട് തലയും കുറിച്ച് നിൽക്കേണ്ട ആവശ്യം ഇവനില്ല. എങ്കിലും ഇവനൊന്നും മിണ്ടാതെ നിൽക്കുന്നതേ എന്താ നീ ഓർത്തോ? പിന്നെ അങ്ങനെ എന്തെങ്കിലും പറ്റിപ്പോയാലും നീ പേടിക്കണ്ട, നോക്കണ്ടവർ അത് നോക്കിക്കോളും. ഇവനെ എങ്ങനെ എന്തെങ്കിലും പറ്റി എന്നെ പൊന്നുപോലെ നോക്കുന്ന എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതിന് കിടന്ന് നീ ഉരുകണ്ട, നീ ചങ്കൂട്ടും വേണ്ട. എന്തായാലും നിന്നെ പോലല്ല ഇവൻ. പക്ഷെ നീ ഇപ്പം പറഞ്ഞ കുറച്ച് വർത്താനം ഉണ്ടല്ലോ, അത് കുറച്ച് മോശമായി. കുറച്ചല്ല, കുറച്ചധികം മോശമായിരുന്നു. നീ ഇവനോടിപ്പോൾ മാപ്പ് പറഞ്ഞു പറ്റുള്ളൂ. പറ ജോയൽ മാപ്പ്. നിന്നോടാ ജോയൽ പറഞ്ഞത് പറയാൻ. ഓ, കണ്ടു ഇന്നലെ കയറി വന്നവന്മാരെയൊക്കെ അവൾ ഇപ്പോഴേ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ആയിക്കോട്ടെ. ഓ, സപ്പോർട്ട് മാത്രമല്ലല്ലോ അല്ലേ, വേറെ പലതും ചെയ്യാൻ തുടങ്ങിയല്ലോ. ഞാൻ അതങ്ങ് മറന്നു പോയതാണ്. നീ ഇന്ന് മുന്നേരമായിട്ടാ ഇവനെ കണ്ട. അതിന് മുന്നേ നീ എവിടെ ആയിരുന്നെന്നും ഒക്കെ നീ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാ. ജോയൽ, നിനക്ക് മര്യാദയ്ക്ക് വർത്താനം പറയാൻ പറ്റുമെങ്കിൽ മാത്രം വർത്താനം പറഞ്ഞു തന്നാൽ മതി. അല്ലാതെ വായി വരുന്നത് വിളിച്ചു പറയാൻ നിന്നാലുണ്ടല്ലോ. നീ കുടിച്ചിട്ടുണ്ടോ? അതാണ് ഇപ്പം നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. സത്യം പറ ജോയൽ, നീ കുടിച്ചു വന്ന്? അല്ലെങ്കിൽ പെൺപിള്ളേർക്കുള്ളൊരു സ്ഥിരം പരിപാടി ഇത്. എന്തെങ്കിലും സീരിയസ് കാര്യം പറയുമ്പോഴേക്കും കാര്യം മാറ്റാൻ വേണ്ടി അങ്ങനെ പലതും നീ ഇടയ്ക്ക് കയറ്റി. പക്ഷേ നീ പറഞ്ഞ് അങ്ങോട്ട് ഏറ്റില്ല. എനിക്കൊരു കുഴപ്പമില്ല, ഞാനാണെങ്കിൽ കുടിച്ചിട്ടുമില്ല. എനിക്കിപ്പോൾ വിശ്വാസമായോ? പിന്നെ ഇപ്പോൾ ഇവിടെ നടന്നിട്ടേ ഇല്ലെന്നും ഞാൻ കണ്ടിട്ടേ ഇല്ലെന്നും പറയാൻ മാത്രം എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ഓഹ്, എന്തായാലും സമ്മതിക്കും കേട്ടോ. ഞാൻ ഇത്ര ഇവിടെ കിടന്ന് പറഞ്ഞിട്ടു അങ്ങനെ നിലത്തിട്ട് ചവിട്ടി വരയ്ക്കുന്ന നിർത്തി പറഞ്ഞിട്ടു. കണ്ടില്ലേ പഴം മെഴുകിയതുപോലെ ഇരിക്കില്ലേ? നിനക്ക് പറ്റിയൊന്നല്ല ബ്രോ. എനിക്ക് വേറൊരു കുഴപ്പമില്ല. പിന്നെ ഞാൻ പറയുന്നത് ബ്രോയ്ക്കും അതുപോലെ കൃതിക്കും വേറെ വിഷമമൊന്നും വരുത്തണമെന്ന് ചോദിച്ചിട്ടാണ് ഞാനിവിടെ മിണ്ടാതെ. അല്ല, നിങ്ങളോട് സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ, പിന്നെ അതിൻ്റെ ഇടയിലേക്ക് കയറി വരണ്ടെന്ന് ഞാൻ കരുതി. അല്ലാതെ എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല ബ്രോ. എന്തായാലും ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് പിന്നെ എപ്പോഴെങ്കിലും സംസാരിക്കാം. ബ്രോ വിളിച്ചില്ല, ഞാനുള്ള വീട്ടിലേക്ക് ഇറക്കിയേക്കാം. ആ, ഞാൻ നിന്നോട് പറയാൻ നിൽക്കായിരുന്നു പ്രശ്നം. നീ ഒരു കാര്യം ചെയ്യും, നീ ചെന്നോടാ, ഞാനൊരു ഓട്ടം വിളിച്ച് പോയിക്കോളാം. എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ പറഞ്ഞ കാര്യമൊന്നും ഒരു കാര്യമാക്കല്ലേ. അത് കുടിച്ചിട്ട് പുറത്തെങ്ങനെയാണ് ഇവനീ പറയുന്നത്. നാളെ ആകുമ്പോഴേക്കും റെഡി ആയിക്കോളും. സോറി കേട്ടോ, ഇതൊന്നും മനസ്സിൽ വെച്ചേക്കല്ലേ. നമുക്ക് നാളെ മറ്റന്നാളായിട്ട് മീറ്റ് ചെയ്യാം. ശരി. അങ്ങനെ പകുതി വഴിക്ക് ഇട്ടിട്ട് പോവല്ലേളയാ. എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇതിനെ കൂട്ടിക്കോ. അല്ലെങ്കിൽ വവ്വാൽ ചിലപ്പോൾ മാങ്ങ പോലായി പോയി പിന്നെ ജീവിതം. ഇതിൻ്റെ വിചാരണ അത് നമുക്ക് നടത്താം. കല്യാണം അത് ഉറപ്പിച്ച് വരുന്നതല്ലേ ഉള്ളൂ, നടന്നിട്ടൊന്നുമില്ലല്ലോ. അതിൻ്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനമാക്കാം. ഇപ്പം എൻ്റെ പ്രജുലളിയും ചെല്ല്. അതിൻ്റെ വിചാരം നമുക്ക് അടുത്ത് തന്നെ നടത്താൻ കളിയാം. പിന്നെ ഈ വവ്വാൽ ചപ്പി വാങ്ങി ഈ വവ്വാലിനെ അങ്ങ് സ്വന്തമാക്കി കൊടുക്കും. ആളിനൊക്കെ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഇവിടെ നടന്ന കാര്യമൊന്നും വെറുതെ വീട്ടിൽ പോയി പറഞ്ഞ് വെറുതെ സീനാക്കി നിൽക്കണം. എന്നാൽ ശരി. പ്രജുരേട്ടാ, നോക്കിയൊക്കെ പോണേ. ഓ, പ്രജുരേട്ടാ സൂക്ഷിച്ചു പോണേ. നീ പറഞ്ഞില്ല അവന് പോകാൻ അറിയത്തില്ല. നിന്റെ കമ്പനി പോക്കം തരും ഞാൻ നടത്തി തരുന്നുണ്ട്. ശരിക്കും മോൻ്റെ പ്രശ്നം എന്താ? എനിക്ക് അങ്ങനെ മനസ്സിലായേ ഇല്ല. ഞങ്ങൾ അടുത്ത് നിന്ന് വേണം അല്ലെങ്കിൽ സംസാരിച്ചാണ് എന്നതിൻ്റെ പ്രശ്നം. സംഭവം എനിക്ക് ഇതുവരെ മനസ്സിലായാലും മര്യാദയ്ക്ക്. അതാണ് ഞാൻ ചോദിക്കുന്നത്.
പിന്നെ എന്നെ കെട്ടാൻ വന്ന ചെറുക്കനെ പ്രജു ഏട്ടാന്നല്ലാതെ പിന്നെ ഞാൻ എന്താ വിളിക്കണ്ടേ? എനിക്ക് തോന്നുന്നു നീ അവനെ കിട്ടി സുഖമായിട്ട് ചോദിക്കും എന്ന് ഞാൻ പറയാം. അതിൻ്റെ വെറും ഒരു തോന്നലും മാത്രം. വീട്ടുകാർ കല്യാണം ഉറപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞില്ലല്ലോ. ഇനി കല്യാണം കഴിഞ്ഞാലും അത് അധികാരം കിട്ടുന്നില്ല. നിന്നോട് വർത്താനം പറഞ്ഞ സമയം കഴിഞ്ഞതിൻ്റെ പിടിച്ച തരാണോ എന്നൊക്കെ. ഇനി നിന്നോട് മിണ്ടാൻ എൻ്റെ പട്ടി വരും കാത്തിരുന്നു പോടാ. എടാ ജുബി, നീ ഇവിടെ ഒപ്പിച്ചു വെക്കുന്ന പണിയൊക്കെ അറിയുന്നുണ്ടല്ലോ അല്ലേ? നീ ഒരൊറ്റൊരുത്തനാണ് ഇവിടെ ഇത്രത്തോളം വഷളാക്കി മാറ്റിയത്. ഇന്ന് ഞാൻ എന്താ കണ്ടേന്ന് എനിക്കറിയാമോ? നീ ഒരുത്തന കമ്പനി പോയില്ലെന്ന് പറഞ്ഞ് ഇവിടെ കമ്പനി എടുത്ത് തലകീഴ വെക്കുമായിരുന്നു. ഇവളായിരുന്നു പിന്നെ ഇവിടുത്തെ മഹാറാണി. എടാ നിനക്കൊന്നും പറയില്ലേ? ഇവളവിടെ എന്ത് ഒപ്പിച്ചു വെച്ചെന്നറിയോ? എൻ്റെ പൊന്നി ജോലി ഇങ്ങനൊന്നും മെല്ലെ പറയണം. ഞാനേ അങ്ങ് അപ്പുറത്ത് പറമ്പിലൊന്നുമല്ല ഉള്ളത്. ഇന്നും കാർജി കാർന്നേ ഞാൻ ഒരു കാര്യം അറിഞ്ഞില്ല. അല്ലെങ്കിലും കൃതി ഇവിടെ വന്നിട്ട് നേരെ റൂമിലോട്ട് പോവുകയല്ലേ ചെയ്തേ. അല്ലാതെ അവൾ എൻ്റെ അടുത്തൊന്നും വന്നില്ല. എന്താ ഉണ്ടായേ? എന്താ പ്രശ്നം? നീ പറയാതെ ഇപ്പം ഞാൻ അറിയൂ? അങ്ങനെ മര്യാദയ്ക്ക് ചോദിക്കുക എന്നല്ല പറയാൻ പറ്റുള്ളൂ. ഞാനങ്ങോട്ട് കയറി ചെല്ലുമ്പോണ്ടല്ലോ ഇവളും പിന്നെ അവളെ കെട്ടാൻ നിൽക്കുന്ന മറ്റൊരും കൂടെ ഉണ്ടല്ലോ നടു റോട്ടിൽ നിന്നിട്ട് ഞാൻ നോക്കും. ഞാൻ എങ്ങനെ ചേട്ടനോട് പറയാം? ഈ ഒരു ചേ പറയാൻ വേണ്ടിയിട്ടാണോ നീ ഇത്ര കഷ്ടപ്പെട്ട് എല്ലാവരെയും വിളിച്ചു വരുത്തിയത്? ഞാൻ വിചാരിച്ചു വേറെന്തോ സംഭവമാണെന്ന്. വെറുതെ സമയം കളയാനായിട്ട് ഒരു പരിപാടി. ചെറുക്കാ റൂമിലോട്ട് അങ്ങനെ. എന്നമ്മേ ഞാൻ ചെയ്യുന്ന പറഞ്ഞെന്ന് വെച്ചാൽ അതല്ല. നമ്മൾ പറയാൻ പറ്റാത്ത കാര്യത്തെ നമ്മൾ ഷേ എന്ന് പറയില്ലേ? ഞാൻ ഉദ്ദേശിച്ച അതാണ്. അല്ലാതെ ഞാൻ ഷേ പറയല്ല എല്ലാവരും ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. എടാ പറയാൻ പറ്റാത്തൊരു കാര്യത്തെയാണ് പിന്നെ എന്തിനാണ് നീ എല്ലാവരും വിളിച്ചു വരുത്തി വെറുതെ ഷേ എന്ന് പറയുന്നത്? നിന്റെ ഷേ കേട്ടാ ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവുമോ? അത് അതിലും വലുത്. എടാ മനസ്സിലാവുന്ന പോലെ വല്ലതും പറ. അല്ലെങ്കിൽ നീ വെറുതെ വട്ടെടുക്കാതെ ഇങ്ങോട്ടേ പോകുന്നുണ്ടോ? എൻ്റെ മൈസ അങ്ങനെ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. വേറെ ഒന്നുമല്ല. ഇനി ഞാൻ കമ്പനിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ പ്രജുലേട്ടനെ കണ്ടു. അപ്പം ഞാനും പ്രജുലേട്ടനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എവിടുന്നോ ഇവൻ കയറി വന്നു. അത് കഴിഞ്ഞിട്ട് എന്നെയും പ്രജുലേട്ടനെ കുറേ ഓടിച്ചു. എന്തിനാണെന്നൊന്നും എനിക്കറിയാം. അമ്മായിൻ്റെ മോൻ്റെ ഓരോരോ വട്ടേ. അത് കഴിഞ്ഞിട്ട് പ്രജുലേട്ടനെ കുറേ തോന്നാസൊക്കെ വിളിച്ചു പറഞ്ഞു. ആ മനുഷ്യൻ എത്രത്തോളം വിഷമായി കാണും. എന്നിട്ടേ ഇവൻ പറയാം ഇവൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്ന്. അത് പറയാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇവിടെ വിളിച്ചു വരുത്തിയത്. ഇവനവിടെ കുഴപ്പങ്ങളും ഭൂകമ്പങ്ങളും ഒക്കെ ഉണ്ടാക്കിയത്. എന്തിനാണെന്നുള്ളത് അവന് മാത്രമേ അറിയുള്ളൂ. ഞങ്ങൾക്കറിയാൻ പാടില്ല. അമ്മ ഈ അമ്മായിൻ്റെ മോനോട് ചോദിച്ചു. അല്ലടാ നീ അടുത്തടുത്ത് വന്നു എന്ന് പറഞ്ഞത് ഓക്കെ. പക്ഷെ ഈ അടുത്തടുത്ത് വന്ന് ഇവർ എന്തെടുക്കുമായിരുന്നു? വല്ല കിസ് സീനും ആയിരുന്നോ മോനെ? മിസ്സായി. എടാ അവരുടെ നല്ല റൊമാൻറ്റിക് സീൻ കളയാൻ വേണ്ടി നിന്നോട് ആരാടാ ഇപ്പൊ ഇടിച്ചു കയറി അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു? അല്ലെങ്കിൽ അവരുടെ ഇടയിൽ കയറി പോകേണ്ട എന്ന് ആവശ്യമുണ്ട് നിനക്ക്? വെറുതെ അവരുടെ നല്ലൊരു നിമിഷം കളയാനായിട്ട്. വളരെ മോശമായി. അവന്റെ ഓരോരോ തോന്നിവാസം എന്താ ഇതിനൊക്കെ പറയണ്ടേ? അമ്മ ഇതിന് പണി കാണിച്ചേ. ഞാനതെങ്ങനെ നിങ്ങളോട് പറഞ്ഞു വിചാരിച്ചപ്പോൾ അമ്മ ഡയറക്റ്റ് ആയിട്ട് എന്നോട് തന്നെ പറഞ്ഞിരുന്നു. എന്തൊക്കെ പറഞ്ഞാൽ ഞാൻ ഒരു സിംഗിൾ അല്ലേ അമ്മ? ഒരു മാന്യത തരാമായിരുന്നു. അതിൻ്റെടാ സിംഗിളായ ആർക്കും കിസ് എന്ന വാക്കറിയാൻ പാടില്ലേ? അവന്റെ ഒരു സിംഗിള് ഒന്നും അറിയാത്ത പിള്ളയാണല്ലോ. എടാ ചെറുക്ക എന്നാലും നിനക്ക് എങ്ങനെ തോന്നി ഞാൻ ഇടയിൽ കയറി ചെല്ലാൻ? ഞാൻ ഇടയിൽ പോത്തില്ലായിരുന്നു. ഞാൻ വെറുതെ ആ ചേട്ടനെ കുറ്റം പറഞ്ഞു. അവന്റെ എല്ലാ കുഴപ്പം അമ്മയുടെയാണ്. അമ്മേന്റെ കൂടെ നിന്നാണ് അവൾ ഇത്രയും വഷളായത്. എന്തൊക്കെ പറഞ്ഞാൽ അമ്മ അവളെ കെട്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല. അമ്മ ഇതിനൊക്കെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചു വിടാൻ വേണ്ടിട്ട്. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. അമ്മയുടെ അമ്മാവനെ കെട്ടി കഴിയുന്നതിന്റെ മുന്നേ ഇങ്ങനെ പലതും സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളത്. എന്റെ റോൾ മോഡൽ അതിന്റെ അമ്മായിയാണ്. അമ്മായി മുത്താണ്. നീ ഒരുപാട് പോയി മുത്തിക്കണ്ട. ഒരു മുത്തുക്കവന്റെ പ്രശ്നമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.